ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഒരിടത്തും ഇത് ചെമ്പ് പാളിയാണെന്നില്ല. 1999 സ്വർണം പൂശിയതാണെന്ന് വ്യക്തമായിരിക്കെ, എല്ലാ തരത്തിലുള്ള തെളിവുകളും അവിടെ ഇരിക്കെ, അത് സ്വർണ്ണപ്പാളി മങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി പാസാക്കിയ ഒരു ഉത്തരവും നിർദ്ദേശത്തിന്റെ ഭാഗമായി സ്വർണം പൂശാൻ തന്നെയാണ്, കുറവുകൾ പരിഹരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ അത് ഉത്തരവായിട്ട് ഇറക്കുമ്പോൾ അതിൽ ചെമ്പുപാളി എന്ന് വരുന്നു. അത് അന്വേഷണത്തിൽ ഇപ്പോൾ 2-3 ദിവസത്തോടെ കഴിയട്ടെ. കാരണം ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ചർച്ചയെ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യും. ആ റിപ്പോർട്ട് വരുമ്പോൾ ഇതിന്റെ വസ്തുത മനസ്സിലാകുന്നു നമ്മൾ പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ വസ്തുത വന്നു. ചില ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളൊക്കെ വന്നു. ഉത്തരവിറക്കുന്നതോടൊപ്പം കോടതി ഒരു കാര്യം കൂടി മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. വസ്തുതാവിരുദ്ധമായി മാധ്യമങ്ങൾ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് നൽകിയിരുന്നു കോടതി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നത്. കോടതി വീണ്ടും അടുത്ത പാരഗ്രാഫിലും പറയുകയാണ്, pursuant to the board's decision on 23/2019 the Travancore Devasam Board issued an order. ബോർഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഈ ബോർഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ബോർഡ് ഡിസിഷൻ എന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങ് പറയുന്നു ദേവസ്വം ബോർഡ് തീരുമാനിച്ചതൊന്ന്, മറ്റൊന്നാണ് എഴുതി ചേർക്കപ്പെട്ടതെന്നാണ്. കോടതി മിനിറ്റ്സ് ഉൾപ്പെടെ പരിശോധിച്ചിട്ട് ഇറക്കിയ ഉത്തരവാണിത്. കോടതിക്ക് എതിരെയായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. അല്ലല്ല, കോടതി പറഞ്ഞതിൽ കറക്റ്റ്. കാരണം ഉത്തരവായിട്ട് അച്ചടിച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള അനോമലി ദേവസ്വം ബോർഡ് കൃത്യമായി യോഗം കൂടി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിന് വിരുദ്ധമായി ഉത്തരവിൽ വരുന്നു. അത് എന്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മിനിറ്റ്സിൽ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ ഉത്തരവായിട്ട് ഇറക്കിയില്ല? ചില വാക്കുകൾ മാറ്റം വരുത്തുന്നു, അതുപോലെ ചില വാക്കുകൾ പുതുതായിട്ട് ഉൾപ്പെടുത്തുന്നു. അത് ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അതിലില്ലാത്ത വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. 2-3 സ്ഥലത്ത് വരുന്ന മാറ്റം, ഒന്ന് വ്യക്തിയുടെ ഈ കൊടുത്തുവിടുന്നതും 2 ചെമ്പുപാളി എന്ന് വന്നത് അടക്കമുള്ള വാക്കുകളിൽ വന്നിരിക്കുന്ന വ്യത്യാസം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇല്ലാത്തതാണ്. ഈ മിനിറ്റ്സ് അടക്കം സീൽഡ് കവറിൽ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്, SP തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മിനിറ്റ്സ് പരിശോധിച്ചാൽ വ്യക്തമാവും. ആ ഉത്തരവായിട്ട് പുറത്തിറങ്ങിയ കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു അനോമലി ഇല്ല. ഉത്തരവിനെ കുറിച്ചല്ല പറയുന്നു, ഉത്തരവിനെ കുറിച്ച് വേറെ തന്നെ സംസാരിക്കുന്നുണ്ട് കോടതി. ഇത് ബോർഡ് ഡിസിഷൻ എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. എനിക്ക് കോടതി പറയുന്നതാണ് കൂടുതൽ വിശ്വാസം. അരുൺകുമാറിന്റെ സ്രോതസ്സിലേക്ക്